മച്ചാമാരെ, ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും സുപരിചിതമായതും അത്യാവശ്യം ട്രെൻഡിങ്ങുമായ ഒരു ഡ്രിങ്കാണ് കൊമ്പൂച്ച. അപ്പോൾ എന്താണ് കൊമ്പൂച്ചയെന്നും എന്താണ് സ്കോബി എന്നും സ്കോബി ഇല്ലാതെ എങ്ങനെ കൊമ്പൂച്ച ഉണ്ടാക്കാമെന്നും മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേർ ചോദിച്ച സംശയമാണ് ഈ സ്കോബി എന്ത് ചെയ്യുമെന്നും ഈ സ്കോബി കൊണ്ട് എങ്ങനെയാണ് കൊമ്പൂച്ച ഉണ്ടാക്കുന്നതെന്നും. അതിനൊരു ഉത്തരമാണ് ഈ വീഡിയോ. ഇതാണ് എൻ്റെ കയ്യിലെ 2 മാസം പഴക്കമുള്ള സ്കോബി. ഈ സ്കോബി എപ്പോഴും കൊമ്പൂച്ചയിൽ ഇട്ട് സൂക്ഷിക്കേണ്ടതാണ്. ദിവസം കൂടുന്തോറും സ്കോബിക്ക് വലിപ്പം കൂടി വരികയും ചെയ്യും. ഇനി സ്കോബി കൊണ്ട് എങ്ങനെയാണ് കൊമ്പൂച്ച ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായി ആദ്യം കട്ടൻ ചായ തയ്യാറാക്കണം. സാധാരണ കട്ടൻ ചായ ഉണ്ടാക്കുന്നത് പോലെ തിളച്ച വെള്ളത്തിലേക്ക് ആവശ്യത്തിന് തേയിലയും മധുരത്തിന് പഞ്ചസാരയും ചേർത്ത് കട്ടൻ ചായ ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു ഗ്ലാസ് ബൗളിലേക്ക് അരിച്ചൊഴിച്ച് ചൂട് മാറാനായി മാറ്റിവെക്കാം. ഇളം ചൂടുള്ള കട്ടൻ ചായയിലേക്ക് സാക്ഷാൽ സ്കോബി ഇട്ടതിന് ശേഷം അല്പം കൊമ്പുച്ച കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് മൂടിക്കെട്ടി സൂര്യപ്രകാശം കയറാത്ത ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് 2 ആഴ്ച മാറ്റിവെക്കാം. 2 ആഴ്ച കഴിഞ്ഞാൽ കൊമ്പൂച്ച റെഡിയായി. കൊമ്പൂച്ച എങ്ങനെയാണ് കാർബണേറ്റ് ചെയ്യുന്നതെന്നും മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.